ഹായ് മക്കളെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പ്രാവശ്യത്തെ മോഡൽ എക്സാമിനും കൂടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമുക്കൊരു അറേ തന്ന് എം എന്ന് പറയുന്ന ഒരു അറേയാണ്. അതിന് സൈസ് ഒന്നും ഇവർ തന്നിട്ടില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അതിൽ അവർ തന്നിട്ടുള്ളത് 3 എലമെന്റ്സ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് സി ഔട്ട് എം ഓഫ് സീറോന്റെ ഔട്ട്പുട്ട് എന്താണ്, അതുപോലെ തന്നെ എം ഓഫ് 1+2ന്റെ ഔട്ട്പുട്ട് എന്താണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നത്തെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം എം ഓഫ് 0, അതായത് നിങ്ങൾക്ക് തരുന്ന വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ വാല്യൂ 0th ഇൻഡെക്സിലായിരിക്കും, ആൻഡ് രണ്ടാമത്തെ വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിലായിരിക്കും, അടുത്ത വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിലായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് ആൻസർ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. അതായത് ഈ എമ്മിന്റെ സീറോയിലുള്ള വാല്യൂ എന്താന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് പറയാം അത് 13 എന്ന് പറയുന്ന വാല്യൂ ആണ്. അങ്ങനെയാണ് സി ഔട്ട് എം ഓഫ് 1+2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ എം എന്ന് പറയുന്ന അറിയിന്റെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ 20 ആണ് അല്ലെ. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ 20 ആണ്. അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 22 ആയിരിക്കും. ഓക്കെ, ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിന് മാത്രമല്ല, ഇതൊക്കെ ഫൈനൽ എക്സാമിനും വരാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. അതായത് എ എന്ന് പറയുന്ന പേരിൽ 4 ലൊക്കേഷൻസ് ഉള്ള, ഇവിടെ നമുക്ക് സൈസ് ഒക്കെ തന്നിട്ടുണ്ട്, 4 വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മനസ്സിൽ ഇത് എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ എഴുതി വെക്കുക. 0ലാണ് 2 ഉള്ളത്, ഫസ്റ്റ് ഇൻഡെക്സിലാണ് 3 ഉള്ളത്, സെക്കൻഡ് ഇൻഡെക്സിലാണ് 4, തേർഡ് ഇൻഡെക്സിലാണ് 5. അങ്ങനെയാണ് ഇവർ ചോദിക്കുന്നത് ഔട്ട്പുട്ട് എന്താണ്, എ ഓഫ് 1ന്റെ ഔട്ട്പുട്ട്. സി ഔട്ട് എ ഓഫ് 1 എന്ന് കൊടുത്താൽ എന്റെ 1ൽ എന്താ ഉള്ളത്, 3 അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്താ കിട്ടുക, 3 എന്ന് പറയുന്നതായിരിക്കും കിട്ടുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഓഫ് 2 + എ ഓഫ് 2 സെക്കൻഡ് ലൊക്കേഷനിലുള്ള വാല്യൂ 4 ആണ്. അതിന്റെ കൂടെ എ ഓഫ് 3 തേർഡ് ലൊക്കേഷനിലുള്ള വാല്യൂ 5 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എത്രയാണ്, 9 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം റിപ്പീറ്റ് ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.